നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പ്രദക്ഷിണത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. 2024 വിശാഖ നക്ഷത്രത്തിൻ്റെ പൊതുഫലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. തുലാം, വൃശ്ചികം രാശികളിലായാണ് വിശാഖ നക്ഷത്രം കാണപ്പെടുന്നത്. 1, 2, 3 പാദങ്ങൾ തുലാം രാശിയിലും 4 പാദം വൃശ്ചികത്തിലുമായാണ് കാണപ്പെടുന്നത്. തുലാം രാശിയിൽ ജനിച്ചവരിൽ ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും സ്വാധീനമാണ് ഉള്ളതെങ്കിൽ വൃശ്ചികക്കൂറുകാരിൽ ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും പ്രഭാവം കാണാൻ സാധിക്കും. ചൊവ്വാക്ഷേത്രമായ വൃശ്ചികത്തിൽ ജനിക്കുന്ന വിശാഖ നക്ഷത്രക്കാരിൽ സാഹസികത വളരെ കൂടുതലായിരിക്കും. പ്രായോഗിക ബുദ്ധിയും മേധാശക്തിയും അതിര് കവിഞ്ഞ പിശുക്കും ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ്. ഏത് കാര്യത്തിനും മധ്യസ്ഥത വഹിക്കുവാൻ പ്രാപ്തിയുള്ള ഈ നാളുകാർ ജീവിത പങ്കാളിയോട് അങ്ങേയറ്റം സത്യസന്ധത പുലർത്തുന്നവരുമാണ്. നീതിനിഷ്ഠയും ഈശ്വരഭക്തിയുമുള്ള ഇവർക്ക് പിതാവിൽ നിന്നുള്ള സഹായങ്ങൾ കുറവായിരിക്കും. സ്വതന്ത്ര പ്രകൃതക്കാരായ വിശാഖ നാടുകാർ സത്യം, നീതി, ഹൃദയവിശാലത എന്നിവയുള്ളവരും കലാപരമായ കഴിവുകളുള്ളവരും സാംസ്കാരിക രംഗത്ത് ശോഭിക്കുന്നവരുമാണ്. വിശാഖ നാളിൽ ജനിച്ച സ്ത്രീകൾ സുന്ദരികളും സുശീലകളും നല്ല അടക്കവും ഒതുക്കവുമുള്ളവരും ആഡംബരഭ്രമവും ആഭരണഭ്രമവും കുറഞ്ഞവരുമായിരിക്കും. കുലീനത്വവും ഈശ്വരവിശ്വാസവും ഇവരുടെ മുഖമുദ്രയാണ്. ഇനി 2024 വിശാഖ നാളുകാരുടെ ഫലങ്ങൾ നോക്കാം. വൃശ്ചികക്കൂറുകാരായ വിശാഖ നാളുകാർക്ക് വ്യാഴം മെയ് വരെ 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് അത്ര ഗുണപ്രദമല്ല. എന്നാൽ തുലാക്കൂറുകാർക്ക് വർഷാരംഭത്തിൽ ഗുണഫലങ്ങൾ കൂടുതലായിരിക്കും. 7ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴഗ്രഹം ഇവർക്ക് ഏറെ ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ്. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമുള്ള സാമ്പത്തികമായ സഹായങ്ങൾ ഇവർക്കുണ്ടായിരിക്കും. സർക്കാർ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. പുതിയ ജോലികളിൽ പ്രവേശിക്കുന്നതിന് സാധിക്കും. സ്ത്രീകൾക്ക് തൊഴിൽ രംഗത്ത് ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകും. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ വിശാഖ നാളുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കരൾ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടായേക്കാം. യാത്രാക്ലേശങ്ങളും അലച്ചിലുകളും ഏറി വരുന്നതാണ്. അനാവശ്യമായ വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. സ്ത്രീകൾ നിമിത്തം അപവാദങ്ങൾ കേൾക്കേണ്ടതായി വരുന്നതാണ്. ചെലവുകൾ അധികരിച്ചു വരും. മനസ്സുഖം പൊതുവെ കുറഞ്ഞു വരുന്നതായി അനുഭവപ്പെടും. തൊഴിൽ രംഗത്ത് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും കൂടി വരും. പോലീസ്, കോടതി, നിയമ നടപടികൾ നേരിടേണ്ടതായി വരുന്ന സാഹചര്യമുണ്ടാകും. 2024 ഗൃഹനിർമ്മാണം തുടങ്ങി വയ്ക്കുവാനും ഈ വർഷം കൊണ്ട് തന്നെ അത് പൂർത്തിയാക്കുവാനും വിശാഖ നാളുകാർക്ക് സാധിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് അവർ പഠിച്ച മേഖലയിൽ തന്നെ ജോലി നേടിയെടുക്കാൻ സാധിക്കും. സംഘടനാ പ്രവർത്തനങ്ങളിലും സാമൂഹിക പ്രവർത്തനങ്ങളിലും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലുമൊക്കെ സജീവമായി പ്രവർത്തിക്കുന്നതാണ്. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന പ്രവർത്തനങ്ങളിലൂടെ എല്ലാവരുടെയും സ്നേഹബഹുമാനങ്ങൾ നേടിയെടുക്കുന്നതിന് വിശാഖ നാളുകാർക്ക് സാധിക്കും.
ദീർഘകാലമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങൾക്ക് ചികിത്സ ആവശ്യമായി വരുന്നതാണ്. ഈ വർഷം കുടുംബസ്വത്ത് സന്താനങ്ങൾക്കായി ഭാഗിച്ചു നൽകുന്നതാണ്. വിനോദയാത്രകളും തീർത്ഥാടന യാത്രകളും നടത്തുന്നതാണ്. ഏറ്റെടുക്കുന്ന പല കാര്യങ്ങളും വിജയത്തിലെത്തിക്കുവാൻ കഠിന പ്രയത്നം തന്നെ വേണ്ടിവരും. കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും പൊതുവെ നേട്ടങ്ങൾ കാണുന്നു. കാര്യക്ഷമതയില്ലാത്തതും ജോലി പരിചയം കുറവുള്ളവരുമായ ജോലിക്കാർ മുഖാന്തരം സാമ്പത്തികമായ നഷ്ടങ്ങൾ വന്നു ചേരുന്നതിനാൽ തൊഴിലുടമകൾ വേണ്ടത്ര ശ്രദ്ധിക്കേണ്ടതാണ്. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ടതായ സാമ്പത്തിക സഹായങ്ങൾക്ക് കാലതാമസം നേരിടും. അടുത്ത ബന്ധുക്കളുടെ വേർപാട് ഈ വർഷമുണ്ടാകും. അഗ്നി, വാഹനം എന്നിവയിൽ നിന്നും അപകടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. വർഷമധ്യത്തിന് ശേഷം സാമ്പത്തിക പുരോഗതി കയറി വരികയും ആരോഗ്യം മെച്ചപ്പെടുകയും അധികാര വർധനവും ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. വിശാഖ നാളുകാർക്ക് പലവിധത്തിലുമുള്ള അംഗീകാരങ്ങളും ലഭിക്കും. വർഷാവസാനത്തോടെ വ്യാപാര ബിസിനസ് മേഖലകളിലൊക്കെ പുരോഗതി ഉണ്ടാകും. മറ്റുള്ളവരുമായി കൂട്ടുചേർന്നുള്ള ബിസിനസ്സിലും മറ്റും വിജയം കണ്ടെത്തുന്നതിന് സാധിക്കുന്നതാണ്. ഭൂമി വാങ്ങിക്കുന്നതിന് ഈ വർഷം സാധിക്കും. വിശാഖ നാളുകാർ വിശാഖം, പൂരുരുട്ടാതി, പുണർന്ന നാളുകളിൽ ദേവാലയങ്ങൾ തൊഴുത് പ്രാർത്ഥിക്കുകയും വ്യാഴദേവനെ പ്രീതിപ്പെടുത്താൻ ആവശ്യമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും വ്യാഴാഴ്ച തോറും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിക്കുകയും വിഷ്ണു സഹസ്രനാമജപം ജപിക്കുകയും വ്യാഴാഴ്ചയും വിശാഖവും ചേർന്ന ദിവസങ്ങളിൽ വിഷ്ണു പൂജ നടത്തുകയും ചെയ്യുക. തുലാക്കൂറിൽപ്പെടുന്ന വിശാഖ നാളുകാർ ശുക്രനെ പ്രീതിപ്പെടുത്തുന്നതിനാവശ്യമായ മന്ത്രങ്ങളും മഹാലക്ഷ്മി ഭജനവും ചൊവ്വ ജാതകത്തിൽ യുഗ്മരാശിയിലല്ലെങ്കിൽ ഭദ്രകാളി ഭജനം നടത്തുക. ഈ നാളുകാർ ബുധൻ, ശുക്രൻ, ചന്ദ്രൻ എന്നിവരുടെ ദശാകാലങ്ങളിൽ ദോഷപരിഹാരത്തിന് വേണ്ട കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. പ്രതികൂല നക്ഷത്രക്കാരുമായുള്ള കൊടുക്കൽ വാങ്ങലുകളും ഇടപാടുകളും വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങളും തീർത്തും ഒഴിവാക്കി പ്രവർത്തിക്കുക വഴി ഇവർക്ക് ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്.